أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അർഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണയുടെ വിശാലത കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹദായ ഫضല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 83, 84 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ രണ്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായീലിനോട് വാങ്ങിയ ഉറപ്പ് അഥവാ കരാറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ടായത്തിൽ അല്ലാഹു ഇതേ കരാറ് തന്നെ നമ്മളോടും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിൽ കാലഘട്ടത്തിൽ വാങ്ങിയ കരാറ് പോലെയല്ല. ആലമുൽ അർവാഹിൽ വെച്ച് അഥവാ റൂഹുകളുടെ ആത്മാക്കളുടെ ലോകത്ത് വെച്ചാണ് അല്ലാഹു നമ്മളോടും ഈ കരാർ വാങ്ങിയിട്ടുള്ളത്. രണ്ട് കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് അഖദിനാ മീഥാഖ ബനി ഇസ്രായീൽ, നാം ബനു ഇസ്രായീലിനോട് ഉറപ്പ് വാങ്ങിയിരുന്നു. അല്ലാഹു പറയുകയാണ്, നാം ബനു ഇസ്രായീലിനോട് ഉറപ്പ് വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അവരിൽ നിന്നും ഉറപ്പ് വാങ്ങിയിരുന്നു. എന്താണ് ഉറപ്പ് വാങ്ങിയത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുകയില്ല എന്ന്. അല്ലാഹു അല്ലാത്തതിനെ, അത് വസ്തുക്കളാകട്ടെ, വ്യക്തികളാകട്ടെ, ശക്തികളാകട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധ്യ വസ്തുവായി കണ്ടുകൊണ്ട് ആരാധിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുമെന്നും, മാതാപിതാക്കളുടെ ഖിദ്മത്ത് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവരോട് നല്ല നിലയിൽ പെരുമാറുമെന്നും, അവരോട് മാത്രമല്ല വദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും, വൽ യതാമ, അനാഥകളോടും, വൽ മസാകീനി, അഗതികളോടും നല്ല നിലയിൽ, നല്ല പെരുമാറ്റവും നല്ല നിലയിൽ പെരുമാറുകയും അവരോടൊക്കെ കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുകയും ചെയ്യുമെന്നും, മാത്രമല്ല വഖൂലൂ ലിന്നാസി ഹുസ്ന, സർവ്വജനങ്ങളോടും നല്ലതു മാത്രം പറയുമെന്നും, പറയുന്നുവെങ്കിൽ അത് നല്ലത് മാത്രം പറയുമെന്നും,
നമസ്കാരം കൃത്യമായി നിലനിർത്തുവാനും സക്കാത്ത് അത് കടമാക്കാതെ അർഹരിലേക്ക് കൊടുത്തു വീട്ടുവാനും ഇത്തരം കാര്യങ്ങൾ നാം അവരോട് ഉറപ്പു വാങ്ങിയിരുന്നു. ഇതൊക്കെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു വാങ്ങിയിരുന്നു. പക്ഷേ എന്താ ഉണ്ടായത്? സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും, നിങ്ങൾ പിന്നീട് അതിൽ നിന്ന് പുറംതിരിഞ്ഞു. എല്ലാവരും ഇല്ല, ഇല്ലാ ഖലീലൻ മിൻകും, നിങ്ങൾ കുറച്ച് ആളുകൾ ഒഴികെ ഇതൊന്നും പ്രവർത്തിക്കാൻ അവർ തയ്യാറായില്ല. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കാൻ, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ, നന്മ ചെയ്യാൻ, ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ ഇവരോടുടെ കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ, ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റം, നിസ്കാരം കൃത്യമായി നിർവഹിക്കൽ, സക്കാത്ത് കൊടുത്തു വീടൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ചിലർ അലംഭാവം കാണിക്കുകയും പുറംതിരിഞ്ഞു കളയുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അന്തും മുഅ്രിദൂൻ, നിങ്ങൾ അതിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ പുറംതിരിഞ്ഞു പോവുകയും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ പറയപ്പെട്ട ഓരോ വിഷയത്തിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന സേവനമായാലും, പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന് പറയപ്പെട്ട വിഷയമായാലും, അതുപോലെ തന്നെ ബന്ധുക്കളോടുള്ള കടമകൾ, അനാഥകളോടുള്ള കടമകൾ, അഗതികളോടുള്ള പെരുമാറ്റം, അതുപോലെ സർവ്വജനങ്ങളോടുമുള്ള നമ്മുടെ സമീപനം എவ்விதമായിരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായി നമ്മുടെ തഅലീമിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ തൻ്റെ സഹോദരനെ ഒരു നിലയ്ക്കും നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരു നിലയ്ക്കും നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്കിനി ഒന്നും അവനെ സംബന്ധിച്ച് പറയാനില്ല എങ്കിൽ, നല്ലതൊന്നും പറയാനില്ല. ഒരാളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാളെ പറ്റി നമുക്കൊന്നും നല്ലത് പറയാനില്ല. നെഗറ്റീവാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ നീ സമീപിക്കരുത്. നോക്കണേ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ നീ സമീപിക്കരുത്. ഒരു നന്മയും ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു നന്മയും അയാളുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കണം? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ നിങ്ങൾ കണ്ടുമുട്ടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതാണ് ലിന്നാസി ഹുസ്ന വഖൂലു ലിന്നാസി ഹുസ്ന. ബഹുമാനപ്പെട്ട അസദ് ബിൻ ദാഅ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വഴിയിൽ അദ്ദേഹം യഹൂദികളെയും നസാറാക്കളെയും കണ്ടുമുട്ടുമ്പോൾ അത് അവരോടെല്ലാം സലാം പറയുമായിരുന്നു. യഹൂദികളെ കണ്ടുമുട്ടുമ്പോൾ, നസാറാക്കളെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം സലാം പറയുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, മാ ശഅനുക തസ്ലിമു അലൽ യഹൂദി വന്നസാറ, താങ്കൾ എന്താ യഹൂദികളോടും നസാറാക്കളോടും ഒക്കെ സലാം പറയുന്നത് എന്ത് കാരണത്താലാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇന്നല്ലാഹു തആല യഖൂലു, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ല വർത്തമാനം പറയണമെന്ന് പറഞ്ഞു. അവിടെ മുസ്ലിമീങ്ങളോട് എന്നല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങളോട് എന്നല്ല പറഞ്ഞത്, വിശ്വാസികളോട് എന്നല്ല പറഞ്ഞത്, ജനങ്ങളോട് നല്ല വർത്തമാനം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹ് അങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ല വർത്തമാനം, മനുഷ്യൻ സംസാരിക്കുന്ന ഏറ്റവും നല്ല വർത്തമാനം അത് സലാം പറയലാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും രക്ഷയും നിനക്കുണ്ടാകട്ടെ എന്ന വർത്തമാനത്തിനേക്കാൾ വലിയൊരു വർത്തമാനം വേറെയില്ല. ഏറ്റവും നല്ല വർത്തമാനമാണ്, അതാണ് ഞാൻ പറയുന്നത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് തിരുത്തപ്പെട്ടു. സുന്നത്തായ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് പിൻപറ്റുന്നതെങ്കിൽ ലാ യബ്ദഉ ബിസ്സലാം, നിങ്ങൾ യഹൂദി നസാറാക്കളോട് സലാം പറഞ്ഞു തുടങ്ങരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ സലാം പറയരുത് എന്നർത്ഥം.
അങ്ങോട്ട് നിങ്ങൾ സലാം പറയരുത്, അനുവാദമില്ല. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്കാണ് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകുക, പടച്ചവന്റെ രക്ഷയുണ്ടാകുക. രണ്ടാമതോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ച കരാർ എന്താണ്? വഇദ് അഖദ്നാ മീസാഖകും, ബനൂ ഇസ്രായീലിനോട് നാം ഉറപ്പ് വാങ്ങി, കരാർ വാങ്ങി. എന്താണ്? ലാ തസ്ഫികൂന ദിമാഅകും, നിങ്ങൾ പരസ്പരം ചോര ചീന്തരുത്, പരസ്പരം കടിച്ചു കീറി വെട്ടിമുറിച്ച് പരസ്പരം നിങ്ങൾ ചോര ചീന്തരുത്, രക്തം ചീന്തരുത് എന്ന് പറഞ്ഞാൽ അക്രമങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്, അടിപിടികളിൽ നിങ്ങൾ ഏർപ്പെടരുത്, കൊലപാതകങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്നാണ് അർത്ഥം. വലാ തുഖ്രിജൂന അൻഫുസകും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളുകയും ഇല്ല എന്ന് നിങ്ങളോട് നാം കരാർ വാങ്ങിക്കുകയുണ്ടായി. സുമ്മ അഖറർതും, പിന്നീട് ആ കരാറിനെ സ്ഥിരീകരിച്ചു. ആ കരാറിൽ വഅന്തും തശ്ഹദൂൻ, നിങ്ങൾ സാക്ഷികളുമായിരുന്നു. കരാർ വാങ്ങിക്കുക മാത്രമല്ല, ആ കരാറിനെ സ്ഥിരീകരിക്കുകയും ആ കരാറിന് നിങ്ങൾ സാക്ഷികളാവുകയും നിങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്തതാണ്. എന്നിട്ടും നിങ്ങൾ ആ കരാറുകളെ ഒന്നൊന്നായി നിങ്ങൾ ലംഘിക്കുകയുണ്ടായി. കരാറ് ലംഘനം. ഇവിടെ ജൂതന്മാർ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അവരുടെ പിൻഗാമികളാണ് ജൂതന്മാർ. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, അവരുടെ ജീവിതവുമായി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവമാണ് കരാറ് ലംഘനം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനുമായി നടത്തിയിട്ടുള്ള എത്ര കരാറുകളാണ് അവര് ഒന്നൊന്നായി ലംഘിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ കരാറ് ലംഘനം എന്ന് പറയപ്പെടുന്നത് അവരുടെ കുടപ്പുറപ്പായ ഒരു കാര്യമാണ്. അവരുടെ മുൻഗാമികൾ അഥവാ അവരുടെ തുടക്കക്കാരായ അവരുടെ പൂർവികന്മാരോട് അള്ളാഹ് നേരിട്ട് കരാറ് വാങ്ങിച്ചിട്ട് അവരെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അവരെ സമ്മതിച്ചിട്ട് പോലും ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുകയുണ്ടായി? കരാറ് ലംഘനം നടത്തുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ സമൂഹത്തിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കാർക്കശ്യത്തോടുകൂടി കരാറുകൾ വാങ്ങിക്കുകയും ഉടമ്പടികൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ സുബ്ഹാനല്ലാഹ് എന്നൊന്നും പറയണ്ട. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇന്ന് മക്കൾ തർക്കത്തിലാണ്. ഫുട്ബോൾ തട്ടുന്നത് പോലെ ഇട്ട് തട്ടുകയാണ്. 2-3 മക്കളുള്ളവർ മാതാപിതാക്കളെ ഇട്ട് തട്ടുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 പാപത്തിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് അള്ളാഹു തന്നിട്ടേ ഇവിടെ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, സലാത്തൊക്കെ നല്ലപോലെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് 2 പാപത്തിന്റെ ശിക്ഷ. ആ ശിക്ഷ ഇവിടെ ലോകത്ത് വെച്ച് അല്ലാഹു തആല അനുഭവിക്കും. ഒന്ന്, മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ, അവരെ സേവനം ചെയ്യാതെ അവരെ അവഗണിച്ചാൽ അതിനുള്ള ശിക്ഷ അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് കുറെയൊക്കെ അനുഭവിപ്പിക്കും. രണ്ടാമത്തത്, പലിശ തിന്നാൽ, പലിശയ്ക്ക് പണം കൊടുത്തിട്ട് എന്നിട്ട് പലിശ വാങ്ങിച്ച് തിന്നുക, യഥേഷ്ടം തിന്നുക. ഇത് രണ്ടിന്റെയും ശിക്ഷ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് അനുഭവിപ്പിച്ചിട്ടേ എങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ? ഖബറിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചോളി. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വയസ്സായ പ്രായമായ മാതാപിതാക്കൾ, അവര് അധ്വാനിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ അധ്വാനിച്ചു, ഓടി നടന്നു, സമ്പാദിച്ചു, ഒക്കെ ചെയ്തു. ഇപ്പൊ അവർക്ക് അതിന് കഴിയുന്നില്ല. ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണകളിലേക്ക് അവർ വരുന്നവരാണ്. അത് വലിയൊരു ഭാഗ്യമായി നാം കരുതണം, വലിയ ഭാഗ്യമായി കരുതണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ള നല്ല മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. പക്ഷേ ഇന്ന് ദീനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരുടെയും വീടുകളിൽ സുബ്ഹാനല്ലാഹ് മാതാപിതാക്കൾ കരച്ചിലാണ്. മക്കളുടെ മുന്നിൽ കരയാതെ റൂമടച്ച് വീടിന്റെ ഉള്ളിൽ ഇരുന്നവർ കരയുകയാണ്, പരസ്പരം കരയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മനസ്സ് നൽകുമാറാകട്ടെ. പിന്നെ രണ്ടാമത്തത്, ബന്ധുക്കൾ. എവിടെ തീർക്കാൻ കഴിയും? ബന്ധുക്കൾ ഇന്ന് വെട്ടുകയാണ്. 1 സെന്റ് സ്ഥലത്തിന് വേണ്ടി, 1 സെന്റ് സ്ഥലത്തിന് വേണ്ടി, വഴിക്ക് വേണ്ടി, ഒരു മരത്തിന് വേണ്ടി സുബ്ഹാനല്ലാഹ് പരസ്പരം കലഹിക്കുകയാണ്, വർഷങ്ങളോളം മിണ്ടാതിരിക്കുകയാണ്. ആരാണ്? അടുത്ത ബന്ധുക്കൾ. പിന്നെ സമൂഹത്തിൽ സംരക്ഷണം അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അനാഥകൾ, യത്തീമുകൾ.
ആരാലും സംരക്ഷിക്കാനില്ലാതെ പിതാവ് മരണപ്പെട്ടു പോയവർ, യതീമുകൾ, അഗതികൾ, അത്തരക്കാരുടെ കാര്യത്തിൽ വളരെ ഗൗരവം നമ്മൾ പാലിക്കണം. അതുപോലെ സർവ്വജനങ്ങളോട് നല്ലത് സംസാരിക്കുക, ആരെയും പിണക്കിപ്പിക്കാതിരിക്കുക, നല്ലത് സംസാരിക്കുക. പറയാനുണ്ടെങ്കിൽ നല്ല സംസാരിക്കുക, ഇല്ലെങ്കിൽ മൗനം പാലിച്ചേക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب